ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബൂന്തി ലഡുവാണ്. അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ബൂന്തിക്ക് വേണ്ടിയിട്ട് 2 കപ്പ് കടലപ്പൊടി എടുക്കാം. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും, അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. 2 കപ്പ് കടലപ്പൊടി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്കൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഞാനിതിലേക്ക് വെള്ളം ചേർത്തത് കടലപ്പൊടി എടുത്ത കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നോക്കൂ, ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ നിങ്ങൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇനി നമുക്ക് ഈ ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷമേ നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണേ, അപ്പോഴുള്ളൂ കറക്റ്റായിട്ട് വീഴുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോകും ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബൂന്തി വരുന്നുണ്ട്. ഇത്ര ഒഴിച്ചാൽ മതി. ഒരു 5-10 സെക്കൻഡ് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. വല്ലാതെ അങ്ങ് മൂത്ത് പോയാൽ സിറപ്പ് ഈ ബൂന്തിയുടെ ഉള്ളിലേക്ക് കയറില്ല. ഇനി നമുക്കിത് കോരി മാറ്റാം. അടുത്ത ബാച്ചും കൂടെ ഇതേപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഈ ചട്ടുകത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാവും. ചെറിയ ചട്ടുകല്ലേ. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. ഇതിന്ന് വെള്ളമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാലേ ബൂന്തി നമുക്ക് ഇതേപോലെ കിട്ടുള്ളൂ. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ ചേർത്തുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ബൂന്തി കിട്ടും. ഈ ബാക്കി എല്ലാ ബൂന്തിയും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ബൂന്തിയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 1/4 ഭാഗം ബൂന്തി നമുക്ക് പൊടിച്ചെടുക്കണം. ഇന്ന് നമ്മൾ ബൂന്തി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ലഡു നമ്മൾ ഉരുട്ടണ സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഉരുള. ഇത്രയും ബൂന്തി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. 2 കപ്പ് കടലപ്പൊടിക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാര എടുത്ത അതേ കപ്പിനാണ് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. പഞ്ചസാര പാനീയം വല്ലാതെ അവിടെ കുറുകി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പാനീയമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ
ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിച്ച പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ബൂന്തി ഞാൻ ഈ പഞ്ചസാര പാനീയത്തിലിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ലഡുവിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തത് ഈ ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്തതിന് ശേഷം ലഡു ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ബൂന്തി ചെറിയൊരു ചൂടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നോക്കൂ, ഇതിലെ വെള്ളമൊക്കെ ശരിക്കും വറ്റി തണുത്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഉരുട്ടി ലഡു ആക്കി എടുക്കാം. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. കുറച്ച് വലുപ്പമൊക്കെ ഉള്ള ലഡു ആക്കി ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ലഡുവിൻ്റെ ഷേപ്പൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ബൂന്തിയെല്ലാം ഞാൻ ഉരുട്ടി ലഡു ആക്കി എടുത്തിട്ടുണ്ട്. ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ നാളെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടും. ഇത്ര ഈസിയാണ് ലഡു ഉണ്ടാക്കാൻ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.